അവളുടെ കണ്ണുകൾ ഭയത്താൽ പിടയ്ക്കുന്നത് കണ്ടവൻ ഒന്ന് ചിരിച്ചു. അയ്യോ, ഞാൻ വിട്ടേ, എൻ്റെ പൊന്നോ, ഇങ്ങനെ പേടിച്ചാൽ ചത്തുപോകും കേട്ടോ. അവളൊരു വിളറിയ ചിരിയോടെ അവനെ നോക്കി. ചെന്ന് ഫ്രഷ് ആയിക്കോ. അവനത് പറഞ്ഞതും അവൾ ജീവനും കൊണ്ടെന്നോണം ഒറ്റ ഓട്ടമായിരുന്നു. അവനൊരു ചിരിയോടെ അത് നോക്കി നിന്നു. റൂമിലെത്തിയതും ഗൗരി ഫ്രഷ് ആവാൻ വേണ്ടി പോയിരുന്നു. സിദ്ധാർത്ഥ് റൂമിനോട് ചേർന്നുള്ള സ്വിമ്മിംഗ് പൂളിൽ ചെന്നിറങ്ങി. സ്വിമ്മിങ് ഒരുപാട് ഇഷ്ടമാണ് അവന്. അവൻ്റെ ഉന്മേഷക്കുറിവുകൾക്ക് സ്വിമ്മിങ് ബെസ്റ്റായിരുന്നു. ഗൗരി കുളിച്ചിറങ്ങി അവൻ്റെ അടുത്തേക്ക് നടന്നു. ഹലോ, ഒരുപാട് നേരമായില്ലേ, കയറുന്നില്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ, നീ ഉറങ്ങുന്നില്ലേ? ഏയ് ഇല്ല. അതും പറഞ്ഞവൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അരികെ ഇരുന്നു കൊണ്ട് കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. നല്ല തെളിഞ്ഞ നീലവെള്ളം. അവൾ അവൻ്റെ പ്രവൃത്തികൾ നോക്കിയിരുന്നു. ഇട്ടയ്ക്കെപ്പോഴോ അവൻ്റെ തണുത്ത ചുംബനം കാലിലേറ്റു. വെള്ളത്തിനടിയിൽ നിന്നും ഓരോരോ പ്രവൃത്തികളെ. വെള്ളത്തിൽ നിന്നും പൊങ്ങിയവൻ അവളുടെ ഇരുമുട്ടുകളിലും പിടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. വാ, കുറച്ചു നേരം നീന്താം. ഇല്ലില്ല, എൻ്റെ പൊന്നുമോൻ അങ്ങ് കുളിച്ചോ. അതും പറഞ്ഞവൾ എഴുന്നേക്കാനാഞ്ഞതും സിദ്ധാർത്ഥ് അവളെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിട്ടു. ആ അമ്മേ! ഒരു നിലവിളിയോടെ അവൾ അവനെ ഇറുക്ക പിടിച്ചു നിന്നു. സിദ്ധാർത്ഥ്, എനിക്ക് പേടിയാണ്. അവൾ ഭയം കൊണ്ട് കണ്ണുകളടച്ച് വിറയലോടെ അവനെ പിടിച്ചു. അവളുടെ ഉള്ളിലെ ഭയം വിറയലായി പുറത്തേക്ക് വരുന്നത് അവൻ നന്നേ അറിഞ്ഞു. അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് എടുത്തിരുത്തിക്കൊണ്ട് അവനൊന്ന് നിശ്വസിച്ചു. ഭയം കൊണ്ട് അവൾ അവനെ നോക്കി. അതെ, ഈ സ്വിമ്മിങ് ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. എന്ന് ഈ വെള്ളത്തിൽ ഞാൻ ഉണ്ടാവില്ല. സിദ്ധാർത്ഥ്, ഇങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അവൾ പറയുമ്പോൾ അവളുടെ മുഖത്തെ ഭയം കണ്ട് അവന് ചിരിയാണ് വന്നത്. അവൾ കപട ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് മറ്റൊരു വസ്ത്രവും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിലേക്ക് വെള്ളം ഉറ്റി വീഴുന്ന രൂപത്തിൽ സിദ്ധാർത്ഥ് വന്നു നിന്നു. ദേഷ്യം പിടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് എൻ്റെ പൊണ്ടാട്ടിയെ കാണാൻ, നന്നായി. അതും പറഞ്ഞവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അവൻ ഒറ്റ വലിക്ക് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തണുത്ത അവൻ്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. അവളുടെ ഇളം ചൂട് അവനിൽ മറ്റൊരു വികാരത്തെ ഉണർത്തി. അതവൾ നന്നേ വ്യക്തമായി അറിയുകയും ചെയ്തു. അവൻ്റെ പിടുത്തം ഒന്ന് അയഞ്ഞതും ഗൗരി ഒറ്റ കുതിപ്പിന് ബാത്റൂമിലേക്ക് ഓടി. അവൾക്ക് പിന്നാലെ പാഞ്ഞെങ്കിലും അവൾ ഓടി ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഗൗരി! നേർത്തു ഒരു വിളി അവൾ ബാത്റൂമിനകത്ത് കേട്ടു. ഇല്ല, ഞാൻ തുറക്കില്ല. എൻ്റെ മോൻ പോയി ഫ്രഷ് ആയിക്കോ പ്ലീസ്. അവനിൽ നിന്ന് യാചനയുടെ ശബ്ദം അവളെ തേടിയെത്തി. അവൾ ഒന്നും മിണ്ടാതെ വാതിലിലേക്ക് ചാരി നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. പെട്ടെന്ന് അവളുടെ നെറ്റിയോടടുത്ത് ചൂട് ശ്വാസം വന്ന് പതിക്കാൻ തുടങ്ങി. പരിഭ്രമത്തോടെ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടു അവൾക്ക് മുന്നിൽ നിൽക്കുന്നവന്. ഈശ്വര, ഇതേതു വഴി വന്നു? അവൾ ഞെട്ടലൂടെ ആകാംക്ഷയോടെയും തിരക്കി. അവൻ തിരിഞ്ഞുകൊണ്ട് അവൾക്ക് വാതിൽ കാണിച്ചു കൊടുത്തു. സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിൽ മറ്റൊരു വാതിൽ. അവൾ അത് കണ്ട് അവൻ്റെ മുഖത്തേക്ക് വിളറിയ ചിരിയോടെ നോക്കി. സിദ്ധാർത്ഥ്, പ്ലീസ് പുറത്തു പോ, ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ചോ, ഞാനൊന്നും ചെയ്യില്ല, ദാ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട, പോ സിദ്ധാർത്ഥ്. ഇല്ല മോളെ, നീ കുളി കഴിഞ്ഞതാ, ഒന്ന് ഡ്രസ്സ് മാറണം, എന്നാൽ അത് ചെയ്തോ. എന്താ സിദ്ധാർത്ഥ് ഇത്? ഞാൻ പോയിട്ട് നീ ഇന്ന് മാറ്റിയത് തന്നെ പ്ലീസ്, അവളൊരു കൊഞ്ചലോടെ പറഞ്ഞു. ഇല്ല എന്ന് തലയാട്ടി പറഞ്ഞവൻ ചുണ്ടുകൾ കടിച്ചു നിന്നു. അവളൊരു നിശ്വാസം എടുത്തുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു. അവൾ അവനെ നോക്കി നിൽക്കെ അവൻ അവൾക്കരികിലേക്ക് വന്നു. സിദ്ധാർത്ഥ്, എന്ത് ചെയ്യാൻ പോവാ? നിനക്ക് മടിയാണെങ്കിൽ ഞാൻ ഒഴിക്കാം. എന്ത്? അവൾ ഇടർച്ചയോടെ തിരക്കി. എല്ല. അയ്യടാ, ഒന്ന് പോയേ. അതും പറഞ്ഞവൾ തിരിഞ്ഞോടാൻ ഒരുങ്ങിയതും അവൻ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി. അവളുടെ മാറിടങ്ങളിലെ ഉയർച്ചയും താഴ്ചകളും അവനെ ഹരം കൊള്ളിക്കും പോലെ അവനെ തോന്നി. പതിയെ ചുമരിനോട് ചേർത്തവളെ അവൻ കവിളിൽ ചുംബിച്ചു. കൈകൾ പതിയെ അവളുടെ നനഞ്ഞ വസ്ത്രത്തെ മുകളിലേക്ക് ഉയർത്തി. ഒന്ന് പിടഞ്ഞു പോയെങ്കിലും അവനെ എതിർക്കാനുള്ള ശക്തിയൊന്നും അവളിലില്ലായിരുന്നു. പതിയെ അഴിച്ചു മാറ്റിയ വസ്ത്രത്തെ നിലത്തേക്കിട്ടുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി. അവനെ നോക്കാനുള്ള ത്രാണി ആ നൃത്തത്തിൽ അവൾക്കില്ലായിരുന്നു. പതിയെ അവളുടെ വസ്ത്രങ്ങളോ അഴിച്ചു മാറ്റിയവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയൊടിച്ചു. കൈവിരലുകളിൽ തടയുന്ന അവിടെ അരഞ്ഞാണോ അവൻ നേരെ കാണാൻ ആഗ്രഹിച്ചു. അവൻ കണ്ണുകൾ താഴ്ത്തുന്നത് കണ്ടതും അവൾ അവൻ്റെ കവിളിൽ പിടിച്ചു തടഞ്ഞു. വേണ്ട. അവൾ കിതപ്പോടെ പറയുന്നത് കേട്ടവൻ അവളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൻ കണ്ണുകൾ താഴ്ത്തുന്നത് കണ്ടതും അവൾ അവൻ്റെ കവിളിൽ പിടിച്ചു തടഞ്ഞു. വേണ്ട. അവൾ കിതപ്പോടെ പറയുന്നത്. സിദ്ധാർത്ഥ്, വേണ്ട കേട്ടോ. നേരിയ ഭയത്തോടെ പറയുന്ന അവളെ അവൻ ഒന്ന് നോക്കി. നഗ്നമായ ശരീരത്തിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടക്കുന്നത് അവൾക്ക് നല്ല വ്യക്തമായി കാണാം. നാണവും ഭയം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് സിദ്ധാർത്ഥ് അവൾക്കരികിലായി അവളെ തന്നെ നോക്കിക്കിടന്നു. അവൾ നാണം കൊണ്ട് കണ്ണുകൾ ഇറുക്കെ അടച്ചു. അല്പനേരമായിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. ഇരുന്നിടത്ത് അവനെ കാണാനില്ലായിരുന്നു. അവൾ ചുറ്റിലും കണ്ണോടിച്ചു.
ബെഡിൽ നിന്നും കാണാം സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നവന്. ശരിക്കും ഒരു ഭ്രാന്തൻ തന്നെ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാർഡ്രോബ് തുറന്നുകൊണ്ട് വസ്ത്രം എടുത്തു. ഇതേ സമയം അടുത്ത മുറിയിൽ അമൃത ഫ്രഷായി എന്തോ പോയ ആരെയോ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഫ്രഷായി വന്ന അമ്മൻ അവളെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നു. എന്തോ വല്ലായ്മയുണ്ടെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഡോ, അവൻ പാഞ്ഞ് നടക്കുന്നവളെ നോക്കി വിളിച്ചു. ആ എന്താ, എന്ത് പറ്റി? താൻ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എൻ്റെ കൂടെ ഈ റൂമിൽ നിൽക്കുന്നതാണോ? അല്ല. അവൾ പറഞ്ഞതും അമ്മൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. പിന്നെ എന്താ? ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും കാര്യമായി കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വല്ലാത്ത വിശപ്പ്. ഓഹോ, അപ്പോൾ ഗുണ്ടുമുളകിന് വിശപ്പിൻ്റെ പ്രശ്നമാണ്. ശരിയാക്കാം. പുറത്ത് പോയി കഴിക്കണോ അതോ ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്താൽ മതി? പോയി കഴിക്കാം, ഇങ്ങോട്ടേക്ക് വേണ്ട. തൻ്റെ ഇഷ്ടം പോലെ. എന്നാൽ നിൽക്കി, ഞാൻ സിദ്ധുവിനെ വിളിക്കാം കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അമ്മൻ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. അല്പം വൈകിയാണെങ്കിലും സിദ്ധാർത്ഥ് ഫോൺ അറ്റൻഡ് ചെയ്തു. എടാ, ഫുഡ് കഴിക്കണ്ടേ? ആടെ വേണം, പുറത്തു പോകാം. ആദ്യമായിട്ട് ഇവരെ കൊണ്ട് വന്നതല്ലേ. സിദ്ധാർത്ഥ് പറഞ്ഞതും അമ്മൻ അത് ശരിവെച്ചു. എന്നാൽ റെഡിയായി താഴേക്ക് വാ സിദ്ധു, ഞങ്ങൾ താഴെ ഉണ്ടാവും. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അമ്മൻ അമൃതയെ നോക്കി. താൻ വാ, താഴേക്ക് പോവാം. ഈ വേഷത്തിലോ? ഇതൊന്ന് മാറട്ടെ. ഇതിനെന്താ കുഴപ്പം? താൻ വാടോ. അവൾ നൈറ്റ് ഡ്രസ്സായ ഒരു കോട്ട് സെറ്റായിരുന്നു ധരിച്ചിരുന്നത്. അമ്മൻ്റെ സപ്പോർട്ട് കൂടെ ആയത് അവൾ താഴേക്ക് അവൻ്റെ കൂടെ നടന്നു. ലിഫ്റ്റിൻ്റെ മുന്നിൽ എത്തിയതും അമൃത നിന്നു. നമുക്ക് സ്റ്റെപ്പ് വഴി പോയാൽ പോരെ? തൻ്റെ ഇഷ്ടം. അമ്മൻ അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് എപ്പോഴും നടക്കുന്നതിനിടെ അമൃതയുടെ കയ്യിൽ അവനൊന്ന് തട്ടി. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മൻ ഒരു കണ്ണിറക്കി കാണിച്ചു. അമ്മൻ, ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ? ഒരുപാടായോ സിദ്ധാർത്ഥിൻ്റെ കൂടെ? പിന്നെ ഞങ്ങൾ കുഞ്ഞിലേ മുതൽ നല്ല ഫ്രണ്ട്സാണ്. അമ്മൻ, അപ്പോൾ സാലറിയൊക്കെ എങ്ങനെ? അമ്മൻ പെട്ടെന്ന് അവളെ നോക്കി. അടുത്ത് തുടങ്ങുമ്പോഴേക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ, അവൾ ഭവ്യതയോട് പറഞ്ഞു. എനിക്ക് സാലറി ഒരു 3 ഉണ്ടാവും. എന്ന് വെച്ചാൽ 3 lakhs. അത് കേട്ടത് അമൃത ഞെട്ടി അമ്മനെ നോക്കി. 3 ലക്ഷം? അമ്മൻ, നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? അവൾ ചോദിച്ചതിലും കാര്യമുണ്ടായിരുന്നു. ഒരു നാട്ടിൻപുറത്തുകാരിക്ക് 3 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. ആടോ, ഇടയ്ക്ക് 5 കിട്ടും. പിന്നീട് അവൾ അതിനെപ്പറ്റി കൂടുതലൊന്നും തിരക്കിയില്ല. സംസാരിച്ചൽപ്പം കഴിഞ്ഞതും ഇരുവരും താഴെ റെസ്റ്റ് ഹൗസിന് മുന്നിലെ ചെയറിലിരുന്നു. അമ്മൻ ഇടയ്ക്കിടെ അമൃതയെ നോക്കുന്നത് അമൃത കാണുന്നുണ്ടായിരുന്നു. നാണം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചിരുന്നു. അല്പം കഴിഞ്ഞതും അമൃതയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സ്ക്രീനിലെ നെയിം കണ്ടതും അവളുടെ ഹൃദയം ഒന്ന് കാളി. നേരിയ ഭയത്തോടെ അവൾ അമ്മനെ നോക്കി. അവളുടെ മുഖത്തെ ഭയം കണ്ടതും അമ്മൻ കാര്യം തിരക്കി. എന്താ പറ്റിയേ? അമ്മൻ, അത് പിന്നെ പറ. വിറയ്ക്കുന്ന അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ കാര്യം തിരക്കി. മടിയിലിരുന്ന ഫോൺ നോക്കി അവൾ അമ്മൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മൻ ആ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി. കാലൻ. ഫോണ് സേവ് ചെയ്തിരിക്കുന്നത് അങ്ങനെയായിരുന്നു. ആരാ ഈ കാലൻ? അമ്മൻ സംശയത്തോടെ തിരക്കി. ഫോണിൽ ചെയ്തിരിക്കുന്നത് അത് പിന്നെ പറ അമൃത. ഞാൻ പറഞ്ഞില്ലേ നാട്ടിലെ എൻ്റെ മുറിച്ചെറുക്കനെ പറ്റി. അവനാണ്. നല്ല അന്തസ്സുള്ള പേര്, കാലൻ. അവനാ കളിയാക്കിക്കൊണ്ട് പറയും. ഫോൺ എടുക്ക്, എന്താ കാര്യമെന്നറിയാലോ. അത് പിന്നെ എടുക്ക്. അമ്മൻ പറഞ്ഞതും അവൾ ഫോൺ എടുക്കുക എന്ന് സമ്മതിച്ചു. ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ അവളുടെ കൈകൾ നന്നേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് അമ്മൻ കാണുകയും ചെയ്തു. ഹലോ, അമൃത ഭയം കൊണ്ട് വിളിച്ചു. ഹലോ, ഹരിയാണ്. നീ എവിടെയാ? ഹരിയേട്ടാ, ഞാൻ. അമൃത വിക്കിക്കൊണ്ട് പറയാൻ പറ്റാൻ നിന്നു. പറ, നീ എവിടെയാണെന്ന്. ഞാൻ മലേഷ്യയിലാണ്. അവിടെ ആരെ കെട്ടിക്കാനാണടി പോയത്? ആരെ കെട്ടിക്കാനായാലും തനിക്കെന്താ? എവിടെ നിന്നും സംഭരിച്ച ധൈര്യത്തിൽ അവൾ ചോദിച്ചു. പൊന്നുമോളെ, ആരുടെ കൂടെ ആടി നിന്റെ അഴിഞ്ഞാട്ടം? നിനക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വിട്ടത്. അങ്ങോട്ടേക്ക് അത് നിന്റെ തോന്നിവാസത്തിന് തുള്ളാനുള്ള ലൈസൻസ് അല്ല. ഹരിയേട്ട, ഒന്ന് നിർത്ത്. എന്തിനാ ഇപ്പോൾ വിളിച്ചത്? നീ ഏതവൻ്റെ കൂടെ ആണെന്നറിയാൻ. നേരിയ രീതിയിൽ ഫോൺ സംഭാഷണം ഫോണിന് പുറത്താക്കും കേൾക്കാമായിരുന്നു. ഹരി, ശങ്കർ പറയുന്ന എല്ലാം അവൻ ക്ഷമയോടെ കേട്ടിരുന്നു. പറയടി, നീ ഏതവൻ്റെ വിഴുപ്പ് ചുമക്കാനാണടി പോയത്? അതുവിന് മറുപടി പറയാൻ ഒരുങ്ങും മുൻപ് ചെവിയിൽ നിന്നും കാറ്റ് പോലെ ഫോൺ വഴുതി വലിക്കുന്നത് അമൃത അറിഞ്ഞു. ഒരു ഞെട്ടലോട് അവൾ അമ്മനെ നോക്കി. അവൾ എൻ്റെ കൂടെയുണ്ട്. അമൃതയുടെ അടുത്ത് നിന്നും പുരുഷ ശബ്ദം ഉയർന്നത് ഹരി ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഡാ, കളിക്കല്ലേ. നീ ആരാ? അമൻ ഷഗർ. നീയും അവളും എന്താടാ ബന്ധം? നീ വിളിക്കുമ്പോൾ വരാൻ മാത്രം എന്ത് ബന്ധമാണടാ നീയും അവളും തമ്മിൽ? ആ ചോദ്യം ചോദിച്ചപ്പോൾ അമൃതയെ ഒന്ന് നോക്കിയവൻ. ഭയം കൊണ്ട് നഖം കടിച്ച് തുപ്പുന്നവളെ അടിമുടി ഒന്ന് നോക്കിയവൻ. അവൾ ഇത്രയും ദൂരം എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അവളും തമ്മിൽ എന്താണെന്ന് മനസ്സിലായില്ലേ ഹരിയേട്ടാ നിനക്ക്? സത്യത്തിൽ ഹരി അപ്പോഴാണ് അത് ഓർത്തത്.
അമ്മൻ, ഞാൻ അത്രയും സ്നേഹിക്കുന്നവളാണ് അമൃത. വെറുതെ ഞങ്ങൾക്കിടയിലേക്ക് നീ വരരുത്. കരുത്തിട്ട ശബ്ദത്തിൽ നിന്ന് ഹരി മയപ്പെട്ടത് അമ്മൻ പെട്ടെന്നറിഞ്ഞു. ഒരാണിന് മറ്റൊരാണിനെ അറിയൂ. അതുകൊണ്ട് തന്നെ അമ്മൻ ആ ദയനീയമായ സ്വരം വല്ലാത്ത ഹൃദയത്തിൽ തട്ടി. ഉള്ളിൽ എവിടെയോ മുളച്ച സംശയം ചോദിക്കാതിരിക്കാനായില്ല. അമൃതയ്ക്ക് നിന്നെ ഇഷ്ടമാണോ? ആ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളെ അവൻ സംശയിക്കും പോലെ തോന്നി അവൾക്ക്. നിറഞ്ഞു വന്ന മിഴികളോട് അമൃത അമ്മനെ നോക്കി. അവൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റും? അവളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് ഞാൻ എന്തും ചെയ്ത് ഞാൻ കൊടുക്കും. പക്ഷേ അവൾക്ക് എന്നെ വേണ്ട. അവൾക്ക് കോളേജിൽ എന്താവശ്യം ഞാൻ നടത്തി കൊടുക്കും. അതിനുള്ള ക്യാഷ് അയച്ചു കൊടുക്കും. എല്ലാം അവളുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കാലത്തിനിടയ്ക്ക് ഒരു നല്ലൊരു നോട്ടം പോലും അവളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. എപ്പോഴും പറയും ആ കടമെല്ലാം ഞാൻ ജോലി കിട്ടുമ്പം വീട്ടുമെന്ന്. പറഞ്ഞുകൊണ്ടിരിക്കുക ഹരിയുടെ ശബ്ദം ഇടറിയത് അമൻ ശ്രമിച്ചു. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനാണേ ഈ ഹരി ആരാണെന്ന് പൊന്നുമോൻ അറിയും. ഹരിയുടെ ഭീഷണി അതത്ര അമന് പറ്റിയില്ല. ഓഹോ, അപ്പോൾ ഇത്രയും നേരം തന്നെ താണു തന്നപ്പോൾ തലയിൽ കയറാൻ നോക്കുന്നോ? അമൻ അതും ചോദിച്ചുകൊണ്ട് അമൃതയെ നോക്കി. നിനക്കെന്തേലും പറയാനുണ്ടോ നിന്റെ കരിയേട്ടനോട്? ഇല്ല. അമൃത പറയുന്നത് മറുതലയ്ക്ക് നിന്ന് ദേഷ്യത്തോടെയാണ് ഹരി കേട്ടതെന്ന്. എങ്കിൽ ശരി, അവൾക്ക് പറയാനില്ലാത്ത സ്ഥിതിക്ക് ഹരിയേട്ടൻ ഇനി വിളിക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അമൻ ഫോൺ കട്ട് ചെയ്തു. തിളയ്ക്കുന്ന ദേഷ്യമായിരുന്നു അമന് തോന്നിയത്. അമൃത, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അമൻ സംശയത്തോടെ തിരക്കി. അമൃത അമനെ നോക്കി നിറകണ്ണുകളോട് ഇഷ്ടമാണെന്ന് തലയാട്ടി. സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അമൻ ഉറപ്പുവരുത്താൻ എന്നോണം തിരക്കി. അതെ, വിശ്വസിക്കാം. ഇനി ഒരിക്കലും അവനിൽ നിന്ന് ഒരു പണവും നീ വാങ്ങരുത്. വാങ്ങിയതെല്ലാം കണക്ക് സഹിതം തിരിച്ചു കൊടുക്കണം. എനിക്കല്പം സമയം കൂടെ വേണം. എന്തിന്? ജോലിയാവട്ടെ. ഹരിക്ക് കൊടുക്കാനുള്ള പണം ഞാൻ തരാം. അമൻ പറയുന്നത് കേട്ട് അമൃത വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി.